നമുക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടല്ലോ, ബാക്ക് പെയിൻ പല കാറ്റഗറിയിലാണ് നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരാറ്. അതിൽ തന്നെ ഏജ് ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ പീരീഡ് തന്നെ മാറി പോവാറുണ്ട്. വിച്ച് ഇസ് ഒരു 20-25 വയസ്സ് മുകളിലുള്ള ആൾക്കാർ, ഒരു 35 വരെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ഒരു ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തു, എനിക്ക് സ്ട്രെയിൻ വന്നു, അത് കാരണം കൊണ്ട് ബാക്ക് പെയിൻ വന്നാണ് സംശയമുണ്ട്, എനിക്ക് 2 ദിവസത്തിനുള്ളിൽ മാറ്റി തരൂ. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചു കുറെ നേരം ബോൾ ചെയ്തു, അത് കാരണം കൊണ്ട് എനിക്കൊരു ബാക്ക് പെയിൻ വന്നു. സോ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ബാക്ക് പെയിൻ ഇത്രയും കൂടി ഈസിയാണ് നമുക്ക് മാറ്റാനായിട്ട്. ഡെഫിനറ്റ്ലി അധികം സമയം വേണ്ടി വരില്ല. പക്ഷേ ഇപ്പൊ ഒരു റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ട്, ഈ കാലിലോട്ട് തരിപ്പ് വരുന്നുണ്ട്, മസിൽ വീക്ക്നെസ് സംഭവിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും 2 ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ തന്നെ ആ റൂട്ട് കോസ് മാനേജ്മെന്റ് ആവണില്ല. മിക്കവാറും പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, വിച്ച് ഇസ് ഒരു പ്രായം എന്ന് പറയുമ്പോൾ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ പ്രായമായെന്ന് ഞാനടക്കം അംഗീകരിക്കാറില്ല. എന്നിരുന്നാൽ തന്നെ ഒരു 40-ന് മുകളിലുള്ള ആൾക്കാർക്ക് ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ബിക്കോസ് ആ പോസ്റ്റൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവണം. ഡിസ്ക് ബൾജ് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഞരമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മസിൽ വീക്ക്നെസ് ചിലപ്പോൾ ആയിരിക്കാം റൂട്ട് കോസ് നമ്മുടെ ഈ ഡിസ്ക് ബൾജും കാര്യങ്ങളും വരാനായിട്ട്. ആ മസിൽ വീക്ക്നെസ്സും സ്ട്രെങ്ത് ഇല്ലായ്മ ഒരു ടൈം കൊടുത്താലേ അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റിയലൈസ് ചെയ്യാണ്ട് ക്വിക്ക് ഫിക്സിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് മടുത്തു പോണേ. വിച്ച് ഇസ് ഇത് ചെയ്തിട്ടും കാര്യമില്ല, റെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും എൻ്റെ ബാക്ക് പെയിൻ മാറുന്നില്ല എന്നുള്ളത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്, ഒരു നല്ലൊരു സിംറ്റം ഉണ്ടെങ്കിൽ അതിന് ടൈം കൊടുത്തേ പറ്റും. ഒരു 3-4 മാസം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ടു കംപ്ലീറ്റ്ലി ഗെറ്റ് ക്യൂർഡ് ഓഫ് ഇറ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോക്ടേഴ്സിനെ ഷോപ്പ് ചെയ്യണ പോലെ തന്നെ ഫിസിയോസിനെ ആയാലും ഡോക്ടേഴ്സിനെ ആയാലും അല്ലെങ്കിൽ മെഡിസിൻസ് ആയാലും ഇങ്ങനെ ഷോപ്പ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നല്ലാതെ യു വിൽ നോട്ട് ഗെറ്റ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ.